ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ ഈസി ലേൺ. നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹയർ സെക്കൻഡറി ലെവലിൽ കൊമേഴ്സ് പഠിച്ചിട്ടില്ലാത്ത കുട്ടികളുണ്ട്. അതായത് ഈ സയൻസ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവരുണ്ട്. അവർക്കും വേണമെങ്കിൽ ബി കോമോ ബി ബി ഒക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി ലെവലിൽ കൊമേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നൊരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാത്തവരെ സംബന്ധിച്ച് ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. ഓക്കെ, അവരെ സംബന്ധിച്ച് അക്കൗണ്ടിങ്ങിൻ്റെ പ്യുവർ ബേസ്, അതായത് എങ്ങനെയാണ് അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങേണ്ടത്, ആ ഒരു രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നോൺ കൊമേഴ്സുകാർക്ക് മാത്രമല്ല, കൊമേഴ്സ് പഠിച്ചവർക്കും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കറക്റ്റ് ബേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലും താഴോട്ടൊരു ബേസ് ഇല്ല. ഏറ്റവും താഴെ ലെവലിൽ പോയി അക്കൗണ്ടിങ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏറ്റവും ഫസ്റ്റ് ക്ലാസ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്യുവർ ബേസ് തൊട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയുവാണ്, ഇത് ഈ നോൺ കൊമേഴ്സുകാർക്ക് വേണ്ടി എടുക്കുന്നു എന്നല്ല. അക്കൗണ്ടിങ് എന്നൊരു കോൺസെപ്റ്റ് പേടിയാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് അത്രയ്ക്കില്ല എന്ന തോന്നലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ് കേട്ട് തുടങ്ങണം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് അക്കൗണ്ടിങ് എന്നൊരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങാം. ഇതിലും താഴേക്കൊരു ബേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അക്കൗണ്ടിങ് എന്താണ് എന്നല്ല നമ്മളിവിടെ തുടങ്ങുന്നത് പോലും. അപ്പോൾ നിങ്ങളിപ്പോൾ പലപ്പോഴും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആയിരിക്കും പറയാൻ വരുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ചാലും മനസ്സിലാവും. നമ്മൾ അങ്ങനല്ല തുടങ്ങേണ്ടത്. ടെക്സ്റ്റ് കിടക്കുന്ന കാര്യം വായിച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് മലയാളത്തിലാക്കുന്നതല്ല നമ്മുടെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്നല്ല, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് പഠിച്ച് തുടങ്ങേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നതെങ്കിൽ ആരെങ്കിലും അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ് അക്കൗണ്ടിങ്, മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, ഇതാണ് നിങ്ങൾ പഠിച്ച് തുടങ്ങിയതെങ്കിൽ നിങ്ങൾ കറക്റ്റ് ബേസിക്സിലല്ല പോയിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് എന്ന പേരിലല്ല നമ്മുടെ സബ്ജക്റ്റുകൾ അറിയപ്പെടേണ്ടത്. അക്കൗണ്ടിങ് എന്ന പേരിലൊരു സബ്ജക്റ്റ് ഇല്ല. അക്കൗണ്ടിങ് എന്നതൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനകത്ത് ഡിഫറൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കി വെച്ചേക്കണം. ഫസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ഐഡിയ തന്നെ അതാണ്. അക്കൗണ്ടിങ് എന്ന് ഞാൻ ഈ പേടിക്കുന്ന കാര്യം ഒരു വലിയ കോൺസെപ്റ്റാണ്. അതിനകത്ത് ഒരു 10ഓളം സബ്ജക്റ്റുകൾ വരും. ഈ 10 സബ്ജക്റ്റും കൂടെ നമ്മൾ പഠിക്കാനൊന്നും പോകുന്നില്ല. അതിനകത്ത് നമ്മൾ വളരെ കുറച്ച് സബ്ജക്റ്റുകളെ ഡീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, കാര്യം ഇത് ഓരോന്നും ഓരോ ആവശ്യത്തിനുള്ള സബ്ജക്റ്റാണ്. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചു വലുതായി വലിയ ജോലിയൊക്കെ കിട്ടി കൂടുതൽ ഉയർന്ന നിലയിലേക്ക് പോകുമ്പോൾ ഇതിലെ പല അക്കൗണ്ടിങ് ഡീൽ ചെയ്യേണ്ടിയൊക്കെ വരുമായിരിക്കാം. എന്നാലും അക്കാഡമിക് പർപ്പസിന് ഒരു ഡിഗ്രി ലെവൽ കോഴ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും അക്കൗണ്ടിങ് ഡീൽ ചെയ്യാൻ വരത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു നോൺ കൊമേഴ്സുകാരനാണെങ്കിലും കൊമേഴ്സിൽ അക്കൗണ്ടിങ് നോളജ് കുറവാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് എന്നതൊരു വലിയ കോൺസെപ്റ്റാണ്. ആ അക്കൗണ്ടിങ്ങിനകത്ത് ഡിഫറൻറ്റ് സബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അല്ലാതെ അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റ് അല്ല നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു കുട്ടി പറയുവാണ്, എനിക്ക് അക്കൗണ്ടിങ്ങിന് ബേസ് കുറവാണ്. ഒരു ഇൻ്റർവ്യൂവിനോ എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുവാണ്, ചിലപ്പം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ജോലിയാണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അവിടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ജോലിയാണ്. എങ്കിലും വെറുതെ ആ മാനേജർ ചോദിക്കുവാണ്, അക്കൗണ്ടിങ് എങ്ങനെ അറിയാമോ? അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഒരല്പം കുറവാണ്. ഈ മനുഷ്യൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് അറിയില്ലെന്നാണോ? അപ്പോഴാണ് നിങ്ങൾ കണ്ണുകൊള്ളുന്നത്. ഫോറൻസിക് അക്കൗണ്ടിങ്ങോ? അതെന്താ സംഭവം? അല്ല, നിങ്ങൾ അക്കൗണ്ടിങ് അറിയില്ല എന്ന് പറഞ്ഞു. എടോ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അക്കൗണ്ടിങ് അറിയില്ല, അക്കൗണ്ടിങ്ങിന് ബേസ് ഇല്ല എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് ശരിക്കും നിങ്ങൾ പറയുന്നത്. എല്ലാ കുട്ടികളും പേടിക്കുന്ന, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അറിയില്ല, അക്കൗണ്ടിങ് നല്ലപോലെ പഠിച്ചിട്ടില്ല, അക്കൗണ്ടിങ്ങിന് ബേസ് ഇല്ല എന്നൊക്കെ പറയില്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. അത് കൂടാതെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഉണ്ട്, സോഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, നാഷണൽ അക്കൗണ്ടിങ്, ഫോറൻസിക് അക്കൗണ്ടിങ്, ഗ്രീൻ അക്കൗണ്ടിങ്, ടാക്സ് അക്കൗണ്ടിങ്, ക്രിയേറ്റീവ് അക്കൗണ്ടിങ്, ഇങ്ങനെ പല തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ ആകെ ഡീൽ ചെയ്യുന്നത്, തുടക്കത്തിൽ ബേസിക്സ് എന്ന നിലയിൽ ഡീൽ ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യം മാത്രമാണ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം വലിയൊരു കോൺസെപ്റ്റിനകത്തുള്ള ഒരു ചെറിയ ഒരു സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷനാണ് ബേസിക്സ്. അതറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും ബേസിക് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഓവറോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് അറിയില്ല എന്നല്ല. അതിനകത്ത് ഒരു സബ്ജക്റ്റിൻ്റെ ബേസ് അറിയില്ല എന്നാണ് നിങ്ങൾ ഈ വിഷമിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയില്ലെങ്കിൽ താഴോട്ടുള്ളതൊന്നും പിന്നെ പഠിക്കാനേ പറ്റത്തില്ല. കാര്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ശരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഒരു നോൺ കൊമേഴ്സ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് അറിയാത്ത കൊമേഴ്സ് കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്.
അതിനകത്ത് വരുന്ന പല സബ്ജക്റ്റുകളാണ് എനിക്ക് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബേസിക് കാര്യമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് ഞാൻ പഠിക്കേണ്ടത്. ഞാൻ തുടങ്ങി വെക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ക്ലാസ്സായിട്ട് ഞാൻ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോടും ചെന്നിട്ട് എനിക്ക് അക്കൗണ്ടിങ് അറിയില്ല എന്ന് പറഞ്ഞു കളയരുത്. കാര്യം ഇതിൽ പല കാര്യങ്ങളും ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ഈ ഗ്രീൻ അക്കൗണ്ടിംഗ് ഒന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എല്ലാം ഒന്നും നമുക്ക് അറിയണമെന്നില്ല. ശരിക്കും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങളുടെ മൈൻഡ് പോകുന്നത് ഞാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നായിരിക്കും ഇപ്പോൾ പറയാൻ വരുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഫോർവേഡ് തിങ്കിങ് വേണ്ട. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നതിന് മുൻപും മറ്റ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ആദ്യം അക്കൗണ്ടിങ് എന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പല പല ബ്രാഞ്ചസ് ആണ്. ആ ബ്രാഞ്ചസിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ഇത്രയും ഓക്കെ ആണല്ലോ? ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു വലിയ കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനകത്ത് 10ഓളം സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. ഇത്രയും ഓക്കെ ആണല്ലോ? സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റി ആയിരിക്കാം. അവിടെയാണ് വീണ്ടും ഒരു തിരുത്ത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റി പറയാനും സമയമായിട്ടില്ല. നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടുന്നത് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. ഫുൾ ഫോം അറിയാൻ നോക്കട്ടെ. ബികോമിൻ്റെ ഫുൾ ഫോം അറിയാമോ? ഞാൻ നിങ്ങളെ കളിയാക്കുമല്ല, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലെങ്കിലും പറ. ബികോമിൻ്റെ ഫുൾ ഫോം ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. എം കോമിൻ്റെ ഫുൾ ഫോം അറിയാമോ? എം കോമിൻ്റെ ഫുൾ ഫോം മാസ്റ്റർ ഓഫ് കൊമേഴ്സ്. ഓക്കെ, സോ ഇവിടെ തൽക്കാലം എം കോം അവിടെ നിൽക്കട്ടെ. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയണ്ട. ബി കോം ഇരിക്കട്ടെ. ബി കോമിൻ്റെ ഫുൾ ഫോം എന്താണ്? ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അല്ലേ? ബാച്ചിലർ ഓഫ് കൊമേഴ്സ് രണ്ട് വാക്കുണ്ട്. ബാച്ചിലറും ഉണ്ട്, കൊമേഴ്സും ഉണ്ട്. ഈ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താ? ബാച്ചിലർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കല്യാണം കഴിക്കാത്ത ആളെന്നൊന്നുമല്ല. ബാച്ചിലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ആദ്യത്തെ ഡിഗ്രി എന്നാണ്. അതായത് ബി കോം ആണ് ആദ്യത്തെ ഡിഗ്രി. ബി കോമിൻ്റെ അടുത്ത ഡിഗ്രിയാണ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ബി മീൻസ് ആദ്യത്തെ ഡിഗ്രി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ബി കോം ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് എം മാസ്റ്റർ ഓഫ് കൊമേഴ്സ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം ബി എ എന്ന് പറഞ്ഞാൽ എന്താ? ബി എ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ? ബി എ ഇംഗ്ലീഷ്. ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് എന്നാണ്. ബി എസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ബി എസ് സി ബാച്ചിലർ ഓഫ് സയൻസ് എന്നാണ്. എന്തിന്? എം ബി ബി എസിലെ ബി പോലും ബാച്ചിലർ എന്നാണ്. അപ്പോൾ ബാച്ചിലർ എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമില്ല, ഫസ്റ്റ് ഡിഗ്രി എന്നാണ്. ഒരു യൂണിവേഴ്സിറ്റി ഒരു സബ്ജക്റ്റിനകത്ത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഡിഗ്രി. അതിൻ്റെ അപ്പർ ഡിഗ്രിയാണ് എം വരുന്നത്. അത് മാസ്റ്റർ. ബിയുടെ അപ്പറാണ് എം. ബി കഴിഞ്ഞാലാണ് എം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി കോം കഴിയാതെ എം കോം കിട്ടത്തില്ല എന്ന് പറയുന്ന കണക്കാണ്. അപ്പോൾ ബി അഥവാ ബാച്ചിലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ആദ്യത്തെ ഡിഗ്രി എന്നാണ്. അപ്പോൾ ബി കോം മീൻസ് കൊമേഴ്സ്. ഇവിടുന്നാണ് ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് കൊമേഴ്സ്? നമുക്ക് അവിടുന്ന് തുടങ്ങണം. എന്താണ് കൊമേഴ്സ്? നോൺ കൊമേഴ്സുകാരെ സംബന്ധിച്ച് അവർക്കിത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരിക്കും. കൊമേഴ്സ് എന്താണെന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. പക്ഷേ കൊമേഴ്സ് പഠിച്ച പകുതിയിലധികം കുട്ടികൾക്കും കൊമേഴ്സ് എന്താണെന്ന് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹയർ സെക്കൻഡറിയിലൊക്കെ കൊമേഴ്സ് പഠിച്ച് വരുന്ന പല കുട്ടികൾക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർക്ക് കൊമേഴ്സിൻ്റെ കറക്റ്റ് മീനിങ് അറിയത്തില്ല. അപ്പോൾ ഈ സയൻസ് ഹ്യൂമാനിറ്റീസുകാർ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊമേഴ്സ് എന്താണെന്ന് തന്നെ പല കുട്ടികൾക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നമ്മൾ എവിടുന്ന് തുടങ്ങണമെന്നറിയോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. കൊമേഴ്സുകാരും ശ്രദ്ധിച്ചോ. നിങ്ങൾ ഈ 2 കൊല്ലമൊക്കെ ഹയർ സെക്കൻഡറി കൊമേഴ്സൊക്കെ പഠിച്ചതല്ലേ? അപ്പോൾ ഒരാൾ വന്നിട്ട് ആദ്യമായിട്ട് ചോദിക്കുവാണ് എന്താണ് ഈ കൊമേഴ്സ്? പകുതിയിലധികം കുട്ടികൾക്കും സത്യം പറയുവാണ് കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഒരു വിഭാഗം കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടമാണെന്നാണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ വിൽക്കത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കത്തില്ലേ? അപ്പോൾ ഈ ഒരാൾ സാധനം വാങ്ങും, ഒരാൾ സാധനം വിൽക്കും. അവർ ഈ കച്ചവടമാണ് കൊമേഴ്സ് ആയിട്ട് പറയുന്നത്. അതും തെറ്റാണ്. അപ്പോൾ കൊമേഴ്സ് അറിയില്ല എന്ന് പറയുന്നവരും കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടയിൽ പോയി സാധനം മേടിക്കുന്നു, ഒരാൾ വിൽക്കും, മറ്റൊരാൾ വാങ്ങും, അങ്ങനെ അതല്ലേ കൊമേഴ്സ്? എന്നാൽ അതല്ല കൊമേഴ്സ്. കൊമേഴ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പം നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങണം. എന്താണ് കൊമേഴ്സ് എന്ന് കൃത്യമായിട്ട് അറിയാതെ നമുക്ക് അക്കൗണ്ടിങ് മനസ്സിലാക്കാൻ പാടാണ്. കാരണം കൊമേഴ്സിന് വേണ്ടിയാണ് ഈ അക്കൗണ്ടിങ് എന്നൊരു കോൺസെപ്റ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കൊമേഴ്സ് ഉണ്ടെങ്കിലേ അക്കൗണ്ടിങ് ഉള്ളൂ. കൊമേഴ്സിന് വേണ്ടിയാണ് അക്കൗണ്ടിങ്. അപ്പോൾ കൊമേഴ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാത്തൊരു കുട്ടിക്ക് അക്കൗണ്ടിങ് എന്തിനാണെന്ന് മനസ്സിലാവത്തില്ല.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടുന്നത് വാട്ട് ഈസ് കൊമേഴ്സ്, ഇതാണ് കൃത്യമായിട്ട് അറിയേണ്ടത്. മനസ്സിലായോ? കൊമേഴ്സ് എന്താണെന്ന് നല്ലതുപോലെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോളജ് കിട്ടും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് അക്കൗണ്ടിങ് അല്ലേ, അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് അതിനു വേണ്ടിയായിരുന്നല്ലേ. ഇതൊന്നും മനസ്സിലാക്കാതെ വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എത്ര സെമസ്റ്റർ മേലോട്ട് പോയാലും നിങ്ങൾ എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവത്തില്ല. കാര്യം നിങ്ങൾക്ക് കൊമേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ കൊമേഴ്സ് എന്താണെന്നാണ് തുടങ്ങാൻ പോണത്. ക്ലിയർ ആയല്ലോ? ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണ്. ഒരു നോട്ട് ബുക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ബുക്ക് കാണുമല്ലോ. സപ്പോസ് ഒരു നോട്ട് ബുക്കാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന നോട്ട് ബുക്ക്. ഓക്കെ, ഈ നോട്ട് ബുക്ക് നിങ്ങൾ എവിടുന്നാണ് വാങ്ങിയത്? എൻ്റെ ചോദ്യമാണ്. ഈ നോട്ട് ബുക്ക് നിങ്ങൾ എവിടുന്നാണ് വാങ്ങിയത്? ഒരു റീറ്റെയിലർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നോട്ട് ബുക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ നമുക്ക് കസ്റ്റമർ എന്ന് വിളിക്കാം. നോട്ട് ബുക്ക് വാങ്ങിയത് നിങ്ങളല്ലേ, അപ്പോൾ നിങ്ങളാണ് കസ്റ്റമർ. സി എന്നിരിക്കട്ടെ, കസ്റ്റമർ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എവിടുന്നാണ് വാങ്ങിയത്? ഒരു റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. കസ്റ്റമറായ നിങ്ങളിത് റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ഓക്കെ, ഈ റീറ്റെയിലർക്ക് ഇത് എവിടുന്ന് കിട്ടിക്കാണും? മേ ബി ഒരു ഹോൾസെയിലർക്ക് എവിടുന്ന് കിട്ടിക്കാണും? മാനുഫാക്ചറർ, ഈ ബുക്ക് ഉണ്ടാക്കുന്ന കമ്പനി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് വരുന്നത്. കസ്റ്റമറായ നിങ്ങൾക്ക് ഇത് ഒരു റീറ്റെയിലർ വിറ്റു, റീറ്റെയിലർക്ക് ഇത് ഹോൾസെയിലർ വിറ്റു, ഹോൾസെയിലർക്ക് ഇത് എവിടുന്ന് കിട്ടി? മാനുഫാക്ചറർ. ഓക്കെ, ഇതാണ് നോർമലി നമുക്കറിയാവുന്ന ഒരു ചെയിൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ എല്ലാവർക്കും അറിയാം. ഇതിലിപ്പോൾ സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് സാധനങ്ങൾ കൈമാറി വരുന്നത്. ആദ്യം ഒരു മാനുഫാക്ചറർ അത് നിർമ്മിക്കണം, അയാൾ അത് ഹോൾസെയിലർക്ക് കൊടുക്കും, ഹോൾസെയിലർ അത് റീറ്റെയിലർക്ക് വിൽക്കും, റീറ്റെയിലർ അത് കസ്റ്റമർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് ഈ ബുക്ക് നമ്മുടെ കയ്യിലെത്തിയത്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മാനുഫാക്ചറർക്ക് ഈ ബുക്ക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് വേണ്ടേ? ഈ ബുക്ക് ഉണ്ടാക്കുന്നത് പേപ്പറൊക്കെ വെച്ചിട്ടല്ലേ. ആ ബുക്ക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ തൽക്കാലം മുളയാന്ന് വിചാരിക്കുക. കുറേ റോ മെറ്റീരിയൽസ് വേണം, അതെനിക്കറിയാം. തൽക്കാലം നമുക്ക് ഒരു മെറ്റീരിയൽ മതി. ഫോർ എക്സാമ്പിൾ ബാംബു. അപ്പോൾ ഈ ബാംബു അഥവാ മുള എന്ന് പറയുന്ന റോ മെറ്റീരിയലിൽ നിന്നാണ് ഈ മാനുഫാക്ചറർ ഈ ബുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, മുള കണ്ടിട്ടില്ലേ? ഇതാണ് മുള. ഓക്കെ, ഈ മുളയൊക്കെ വെച്ചിട്ടാണ് ഈ പേപ്പർ ഉണ്ടാക്കുന്നതും ആ പേപ്പർ എടുത്ത് ബൈൻഡ് ചെയ്താണല്ലോ ബുക്ക് ആക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ബാംബു എന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ബാംബു അഥവാ മുള എന്ന് പറയുന്നത് നമ്മുടെ പുരയിടത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന സംഭവമല്ലേ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ മാനുഫാക്ചറർ ആ പുരയിടത്തിൻ്റെ ഉടമസ്ഥന് പൈസ കൊടുത്ത് മുള മുറിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ ബുക്ക് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മുളയായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആ മുള വളർന്നു നിൽക്കുന്ന പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ ആ മുള ആർക്ക് വിൽക്കും? ആ മുള ആർക്ക് വിൽക്കും? മാനുഫാക്ചറർക്ക് വിൽക്കും. മാനുഫാക്ചർ അത് ഫാക്ടറി കൊണ്ടുവന്ന് ബുക്ക് ആക്കിയതിന് ശേഷം ആർക്ക് വിൽക്കും? ഹോൾസെയിലർക്ക് വിൽക്കും. ഹോൾസെയിലർ അത് ആർക്ക് വിൽക്കും? റീറ്റെയിലർക്ക് വിൽക്കും. റീറ്റെയിലർ അത് കസ്റ്റമറിന് വിൽക്കും. ഇങ്ങനൊരു കച്ചവടം നടക്കുമല്ലോ. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മുളകളാണ്. മുള എവിടെയാണോ ഏത് പ്രോപ്പർട്ടിയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ അത് മാനുഫാക്ചർക്ക് വിൽക്കും. സോ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ബാംബു ആർക്ക് വിൽക്കണം? മാനുഫാക്ചറർക്ക് വിൽക്കണം. മാനുഫാക്ചറർ അത് ബുക്കാക്കിയിട്ട് ഹോൾസെയിലർക്ക് വിൽക്കണം. ഹോൾസെയിലർ അത് റീറ്റെയിലർക്ക് വിൽക്കണം. റീറ്റെയിലർ അത് കസ്റ്റമേഴ്സിന് കൊടുക്കും. അതായത് നിങ്ങൾ പോയി ബുക്ക് മേടിക്കുന്നതെന്ന് അർത്ഥം. ഇങ്ങനല്ലേ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ബാംബു മാനുഫാക്ചറിൽ എത്തുന്നു, മാനുഫാക്ചർ ബുക്ക് ഉണ്ടാക്കി ഹോൾസെയിലർക്ക് കൊടുക്കുന്നു, ഹോൾസെയിലർ അത് റീറ്റെയിലർക്ക് വിൽക്കുന്നു, റീറ്റെയിലർ അത് കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇനി കേട്ടോണേ, ഇവിടെ എത്ര വിൽപ്പന നടന്നിട്ടുണ്ട്? ഈ ഒരു പ്രോസസ്സിൽ എത്ര തവണ കച്ചവടം, വിൽപ്പന അല്ലെങ്കിൽ വാങ്ങൽ വിൽക്കൽ എത്ര തവണ നടന്നിട്ടുണ്ട്? ബാംബു മാനുഫാക്ചർക്ക് വിറ്റു, ഇവിടെ ഒരു കച്ചവടം നടന്നു. ബാംബു മുള മാനുഫാക്ചർക്ക് വിറ്റു, ഒരു കച്ചവടം നടന്നു. മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് ബുക്ക് വിറ്റു, രണ്ടാമത്തെ കച്ചവടം നടന്നു. അവിടെയും ഒരു വാങ്ങൽ വിൽക്കൽ നടന്നിട്ടുണ്ട്. ഹോൾസെയിലർ റീറ്റെയിലർക്ക് വിറ്റു, മൂന്നാമത്തെ കച്ചവടം നടന്നു. റീറ്റെയിലർ കസ്റ്റമർക്ക് വിറ്റു, നാലാമത്തെ കച്ചവടം നടന്നു. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 4 തവണയാണ് കച്ചവടം നടന്നിട്ടുള്ളത്. വാങ്ങൽ വിൽക്കൽ 4 തവണ ഇവിടെ കച്ചവടം നടന്നു. ഒരാൾ വിറ്റു, ഒരാൾ വാങ്ങി, ഒരാൾ വിറ്റു, ഒരാൾ വാങ്ങി, ഒരാൾ വിറ്റു, ഒരാൾ വാങ്ങി, ഒരാൾ വിറ്റു, ഒരാൾ വാങ്ങി. അങ്ങനെ 4 തവണയാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടന്നത്. ഓക്കെ, ഈ നടക്കുന്ന കച്ചവടം, അതായത് മുള വിറ്റു, മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് ബുക്ക് വിറ്റു, ഹോൾസെയിലർ റീറ്റെയിലർക്ക് ബുക്ക് വിറ്റു, റീറ്റെയിലർ കസ്റ്റമർക്ക് ബുക്ക് വിറ്റു. ആ പറയുന്ന പോയിന്റ് ഓഫ് കച്ചവടം ഉണ്ടല്ലോ,
ആ സെയിൽ നടന്നു എന്നുള്ളത്, ആ കച്ചവടം. ആ കച്ചവടം എന്ന് പറയുന്നത് സത്യത്തിൽ ട്രേഡ് എന്നാണ് വിളിക്കേണ്ടത്. അതാണ് ട്രേഡ്. ആ കച്ചവടം നടക്കുന്നു എന്നൊരു ആക്ടിവിറ്റി ഇല്ലേടോ. മുള വിറ്റു, മാനുഫാക്ചർ, ഈ ഒരു വിൽപ്പന നടന്നില്ലേ, ഇവിടെ കുറച്ച് കച്ചവടം 4 തവണ കച്ചവടം നടന്നില്ലേ, ആ കച്ചവടം നടക്കുന്നതിനെ നമ്മൾ ട്രേഡ് നടന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ട്രേഡ്. അതിനെ ട്രേഡ് എന്നേ വിളിക്കാൻ പറ്റൂ. അപ്പൊ കച്ചവടമാണ് കൊമേഴ്സ് എന്ന് പറയരുത്, കച്ചവടത്തിനെ ട്രേഡ് എന്നേ വിളിക്കത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ട്രേഡാണ്. ഇവിടെ ഇപ്പോൾ കൊമേഴ്സ് ആയി മാറിയിട്ടില്ല. ഈ ജസ്റ്റ് കച്ചവടം, അതായത് മുള വിറ്റു എന്നത് ട്രേഡാണ്. മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് ബുക്ക് വിറ്റു, അത് ട്രേഡാണ്. ഹോൾസെയിലർ റീറ്റെയിലർക്ക് ബുക്ക് വിറ്റു, അതൊരു ട്രേഡാണ് നടന്നത്. റീറ്റെയിലർ കസ്റ്റമർക്ക് ബുക്ക് വിറ്റു, ഇവിടെ എല്ലാം നടന്നത് ട്രേഡിംഗ് ആണ്, അഥവാ ഇവിടെ ട്രേഡാണ് നടന്നത്. കച്ചവടം, കച്ചവടത്തിനാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്നു ബാക്കിലേക്ക് പോയിട്ട് ആ മുള തൊട്ടൊന്ന് തുടങ്ങാം. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ദാ മുള ഇങ്ങനെ കാട്ടിൽ വളർന്ന് നിൽക്കുവാണ്. ഒരു പുരയിടത്തിൽ ഇഷ്ടം പോലെ മുള വളർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, ഇനി ഈ മുള മാനുഫാക്ചർക്ക് വിറ്റു എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഈ വിറ്റു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു കാട് നിറയെ, ഒരു പുരയിടം നിറയെ മുള ഇങ്ങനെ നിൽക്കുവാണ്. ഇത് ഇതിൻ്റെ ഉടമസ്ഥൻ, ആ പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ മാനുഫാക്ചർക്ക് വിറ്റു എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വേറെ എന്തെല്ലാം പ്രോസസ്സ് നടക്കും? ഒരു 4-5 തൊഴിലാളികൾ വേണ്ടേ? ഒരു 4-5 തൊഴിലാളികൾ വരും. അവരാ മുള കട്ട് ചെയ്യണം. അപ്പോൾ ഇവർക്ക് വേജസ് കൊടുക്കണ്ടേ? ഈ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് കൂലി കൊടുക്കണം. അവരാ കൂലി കൊടുക്കുമ്പോൾ അവർ മുള കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ചിടും. എന്നിട്ടത് ചുമന്ന് ഒരു ലോറിയിൽ കയറ്റണ്ടേ? അത് ഇതാണ് ലോറി. ഒരു ലോറിയിൽ കയറ്റണ്ടേ? അപ്പോൾ അതിന് ചുമട്ട് കൂലി കൊടുക്കണം. ലോറിയിൽ കയറ്റി കഴിയുമ്പോൾ ആ ലോറി ഓടിച്ചവർ ആ ലോറിയാണ് ഫാക്ടറിയിൽ എത്തിക്കും. മാനുഫാക്ചർ ഇമാജിൻ, ലോറി ഫാക്ടറിയിൽ എത്തി. ലോറിക്ക് വാടക കൊടുക്കണ്ടേ? ലോറി ഡ്രൈവർക്ക് ബാറ്റ കൊടുക്കണ്ടേ? ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാലോ, ഫാക്ടറി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ അടച്ച് കാണും, ഫാക്ടറിക്ക് റെൻറ്റ് കൊടുക്കണം, ഫാക്ടറിക്ക് വർക്കേഴ്സ് ഉണ്ട്, അവിടെ പ്രോസസ്സിംഗ് നടക്കണം, അവിടെ പാക്കേജിങ് നടക്കണം, ബൈൻഡിങ് നടക്കണം, ഫാക്ടറിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതെല്ലാം അതിനനുസരിച്ച് പൈസയും നമ്മൾ കൊടുക്കണം. ഫാക്ടറി ചിലപ്പോൾ ഇൻഷ്യൂർഡ് ആയിരിക്കും, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് കൊടുക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളാണ് ഫാക്ടറിക്കകത്ത് തന്നെ നടക്കുന്നത്. ബുക്കായി കഴിഞ്ഞ ശേഷം വീണ്ടും ബുക്കുകൾ ഒരു ലോറിക്കകത്ത് കയറ്റണം. ആ ബുക്ക് ലോറിക്കകത്ത് കയറ്റിയിട്ട് നേരെ ഹോൾസെയിലറുടെ ഗോഡൗണിലോട്ട് പോകണം. അവിടെയും ചുമട്ടുകൂലി കൊടുക്കണം, ലോറിക്ക് കാശ് കൊടുക്കണം, ഡ്രൈവർക്ക് ബാറ്റ കൊടുക്കണം, ഗോഡൗണിലെത്തുമ്പോൾ ഇറക്കാനായിട്ടും കാശ് കൊടുക്കണം. അതെല്ലാം ഗോഡൗണിൽ കൊണ്ടുപോയി അടുക്കി വെക്കണം. ഗോഡൗണിൻ്റെ റെൻ്റൊക്കെ ചിലപ്പോൾ അയാൾ കുടിക്കേണ്ടിയൊക്കെ വരും. അതിനുശേഷം ഇത് ചെറിയ ലോറിയിലാക്കിയിട്ടായിരിക്കും എവിടെ കൊണ്ടുപോകുന്നത്? റീറ്റെയിലർക്ക് കൊണ്ടു കൊടുക്കുന്നത്. അവിടെയും ചുമട്ടുകൂലി, വണ്ടിക്കൂലി, വള്ളക്കൂലി എല്ലാം കൊടുക്കണ്ടേ? അതിനെല്ലാം ശേഷം റീറ്റെയിലറുടെ കയ്യിലെത്തും. റീറ്റെയിലർ അത് നിങ്ങൾക്ക് വിൽക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4 കച്ചവടമില്ലേ, 4 ട്രേഡ്. മുള മാനുഫാക്ചർക്ക് വിറ്റു, മാനുഫാക്ചർ ഹോൾസെയിലർക്ക് വിറ്റു, റീറ്റെയിലർക്ക് വിറ്റു, കസ്റ്റമർക്ക് വിറ്റു എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ 100ഓളം ആക്ടിവിറ്റി നടന്നില്ലേ? വെട്ടുകൂലി, ചുമട്ടുകൂലി, വണ്ടിക്കൂലി, വള്ളക്കൂലി, ഇൻഷുറൻസ്, ടാക്സ്, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, ഒരുപാട് കാര്യങ്ങൾ. മാനുഫാക്ചറിങ്, അവിടെ വേജസ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബിൽ അടക്കണം, റെൻ്റ് അടക്കണം, റേറ്റ് അടക്കണം, ഓഡിറ്റ് ഫീ കൊടുക്കണം, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് വേണ്ട ഒരു 100,000 കാര്യങ്ങൾ ചേർന്നാണ് ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ആണല്ലോ. സോ ഇവിടെ നമ്മൾ ആ പറഞ്ഞ കച്ചവടം എന്ന് പറയുന്നത് ട്രേഡാണ്. ഞാനിപ്പോൾ അഡീഷണലി കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? നമുക്ക് വേജസ് കൊടുക്കണം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, കാരിയേജ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, കുറേ പറഞ്ഞില്ലേ? അതെന്ന് പറയുന്നത് എയ്ഡ്സ് ടു ട്രേഡ് ആണ്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ സഹായിക്കുന്ന കാര്യം. അപ്പോൾ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറും കച്ചവടം നടന്നു എന്നാണ്. ആ ട്രേഡിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് എയ്ഡ്സ് ടു ട്രേഡ്. എയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്ന സഹായം എന്നാണ്, എയ്ഡ്സ് ടു ട്രേഡ്. ഈ ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും കൂടെ ചേർന്ന് ഈ ടോട്ടൽ കോമ്പിനേഷൻ, മരം മുറിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കൂലി തൊട്ട് നിങ്ങളുടെ കയ്യിൽ ബുക്ക് എത്തുന്നത് വരെ എന്തൊക്കെ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ, ഈ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർത്ത്, ഇൻക്ലൂഡിങ് ദാറ്റ് കച്ചവടവും ആ കച്ചവടത്തിനെ സഹായിക്കാനായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് കൊമേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അതാണ് കൊമേഴ്സ്. കച്ചവടം മാത്രമല്ല കൊമേഴ്സ്, കച്ചവടത്തിന് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നാണ് നമ്മൾ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബുക്ക് കച്ചവടത്തിൽ കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആ മുള തൊട്ട് തുടങ്ങണം. ഈ മുള ഇങ്ങനെ നിൽക്കുവാണ്. ഈ മുള കട്ട് ചെയ്യുന്നിടം തൊട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തുന്നത് വരെ എന്തൊക്കെ ആക്ടിവിറ്റിയാണോ നടന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ ചേർത്താണ് നമ്മൾ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഈ കച്ചവടം വരും. ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. അതാണ് നമ്മൾ പറയുന്ന കച്ചവടം. നമ്മൾ സാധനം വാങ്ങുന്നു, സാധനം വിൽക്കുന്നു. അത് മാത്രമല്ല കൊമേഴ്സ്, അതിനെ സഹായിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്.
അതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. ട്രേഡ് ആയാലും ശരി, എയ്ഡ്സ് ടു ട്രേഡ് ആയാലും ശരി, ഇതിൽ പണം ഒരു വലിയ ഫാക്ടറാണ്. ഇവിടെ എല്ലാം ക്യാഷ് ഇടപെടുന്നുണ്ട് അല്ലേ? ഇവിടെ എല്ലാം ട്രേഡിനകത്താണെങ്കിലും, അതായത് സാധനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴുള്ള വില മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമട്ടുകൂലി, വണ്ടിക്കൂലി, ഇലക്ട്രിസിറ്റി ബിൽ, ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ. അതിലെല്ലാം ഈ ക്യാഷ് ഒരു ഫാക്ടറാണ്. ഇതൊന്നും വെറുതെ ആരും ചെയ്തു തരത്തില്ല, എല്ലായിടത്തും പണമിടപാട് നടത്തണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡിനകത്തും എയ്ഡ്സ് ടു ട്രേഡിനകത്തും പണം ഒരു വലിയ ഫാക്ടറാണെന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഈ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചുമ്മാ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇങ്ങനെയൊക്കെ പറയാം. അതിനകത്ത് ബാങ്കിങ് വരും, ഇൻഷുറൻസ് വരും, കമ്മ്യൂണിക്കേഷൻ വരും, വെയർഹൗസിംഗ് വരും, അഡ്വർടൈസിംഗ് വരും, ട്രാൻസ്പോർട്ടേഷൻ വരും, ടൂറിസം വരും, ഇ കൊമേഴ്സ്. ഇതെല്ലാം കച്ചവടത്തിനെ സഹായിക്കുന്നതാണ്. ബാങ്ക്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഇ കൊമേഴ്സ്, ടൂറിസം, ഇതെല്ലാം തന്നെയും നമ്മുടെ കച്ചവടത്തിന് സഹായകമാകുന്നതാണ്. ഇതിലെല്ലാം പണമിടപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുള ബുക്കാക്കി നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇത് കൊമേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ബുക്ക് നോക്കിക്കോണേ, ബുക്ക് മുളയായിട്ട് നിന്നെടുത്തുനിന്ന് തുടക്കം ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ. ഈ മുളയാണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന ബുക്കായത്. അപ്പോൾ ഈ മുള നിങ്ങളുടെ കയ്യിരിക്കുന്ന ബുക്കായത് ട്രേഡിലൂടെയല്ല, കൊമേഴ്സിലൂടെയാണ്. എടോ, ഏതോ ഒരു കാട്ടിൽ നിൽക്കുന്ന ബാമ്പു, ഏതോ ഒരു കാട്ടിൽ നിന്ന മുള നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന ആ ബുക്കായിട്ട് മാറിയത് കച്ചവടത്തിലൂടെയാണെന്ന് പറയരുത്, കൊമേഴ്സിലൂടെയാണ്. കൊമേഴ്സാണ് അവിടെ ഈ മുളയെ നിങ്ങളുടെ കയ്യിരിക്കുന്ന ബുക്കാക്കി മാറ്റിയത്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ കച്ചവടം എന്ന് പറയുന്നത്. അപ്പം ട്രേഡ് ഈസ് എ പാർട്ട് ഓഫ് കൊമേഴ്സ് എന്നാണ്, അല്ലാതെ ട്രേഡും കൊമേഴ്സും ഒന്നല്ല. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാട്ടിൽ നിന്ന മുള നിങ്ങളുടെ കയ്യിൽ ബുക്കായത് ട്രേഡിലൂടെയല്ല, കൊമേഴ്സിലൂടെയാണ്. കാര്യം എന്താ? ട്രേഡും അതിനെ സഹായിക്കുന്ന ഇത്രയും കാര്യങ്ങളും കൂടെയൊക്കെ ചേരുമ്പോഴാണ് ഈ സാധനം നമ്മുടെ കയ്യിലെത്തുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടവും കച്ചവടത്തിനെ സഹായിക്കുന്ന കാര്യങ്ങളും കൂടാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് ട്രേഡിലൂടെയാണെന്നല്ല പറയേണ്ടത്, കൊമേഴ്സിലൂടെയാണ്. ഇതാണ് വാണിജ്യം എന്ന് പറയുന്നത്. അപ്പം കച്ചവടവും വാണിജ്യവും രണ്ടായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രൊഡ്യൂസറുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വിൽപ്പന നടക്കുന്നത് കൊണ്ടാണെന്നല്ല, ബൈയിങ് ആൻഡ് സെല്ലിങ്ങിലൂടെയാണെന്നല്ല പറയേണ്ടത്. ഒബ്വിയസ്ലി ബൈയിങ് ആൻഡ് സെല്ലിങ് ഉണ്ട്, ട്രേഡ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയേണ്ടത് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് കൊമേഴ്സ്. അപ്പം മുള ബുക്കായിട്ട് മാറി നിങ്ങളുടെ കയ്യിൽ എത്തിയത് കൊമേഴ്സിലൂടെയാണ്. അതാണ് കൊമേഴ്സ്. അതിലെല്ലായിടത്തും പണമിടപാട് നടക്കുന്നുണ്ടെന്ന് ഒന്ന് അടിവരയിട്ട് പഠിച്ചോ. എല്ലായിടത്തും ക്യാഷ് ഒരു വലിയ ഫാക്ടറാണ്. ഇത് തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ എന്താണ് കൊമേഴ്സ് എന്നുള്ളത് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് അവിടെ ഉണ്ട്. പ്രൊഡക്ഷൻ വരുന്നുണ്ട്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അഡ്വർടൈസിംഗ് വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, ബാങ്കിങ് വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്, റീറ്റെയിലിംഗ് വരുന്നുണ്ട്, ഇ കൊമേഴ്സ് വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവനും ഒരു റോ മെറ്റീരിയൽ, എവിടെയോ ഇരിക്കുന്ന റോ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കോമ്പിനേഷൻ, ഇറ്റ് എൻകംപസസ്, എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൊമേഴ്സിനകത്ത് ബിസിനസ്സുകാർ, പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്, ഹോൾസെയിലേഴ്സ് വരുന്നുണ്ട്, റിറ്റെയിലേഴ്സ് വരുന്നുണ്ട്, കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്, ഗവൺമെൻറ് വരുന്നുണ്ട്, ബാങ്ക് വരുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനി വരുന്നുണ്ട്, ടാക്സ് അതോറിറ്റി വരുന്നുണ്ട്. ഇവരെല്ലാവരും കൊമേഴ്സിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാനൊരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ ട്രേഡാണ് അവിടെ നടക്കുന്നത്. ഞാനൊരു കടയിൽ ചെന്ന് സാധനം വാങ്ങുന്നു. അപ്പം ട്രേഡിൻ്റെ ഭാഗമെന്ന് പറയുന്നത് കച്ചവടക്കാരനായ ആ മുതലാളി, ആ കട മുതലാളി ഞാനുമാണ്. ട്രേഡിൽ ബയ്യറും സെല്ലറുമേ വരത്തുള്ളൂ. ട്രേഡ് നടക്കണമെങ്കിൽ ഒരു ബയ്യറും സെല്ലറും മതി. പക്ഷേ അത് കൊമേഴ്സ് ആയിട്ട് ഇത് ശരിക്കും ഈ പറയുന്ന പ്രോഡക്റ്റ് എൻ്റെ എത്തിയത് ഞാൻ പോലും അറിയാതെ അതിനകത്ത് ഇൻഷുറൻസ് വർക്കായിട്ടുണ്ട്, ബാങ്ക് വർക്കായിട്ടുണ്ട്, ലോജിസ്റ്റിക്സ് വർക്കായിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ വർക്കായിട്ടുണ്ട്, അഡ്വർടൈസിങ്, വെയർഹൗസിങ്, ടൂറിസം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ പറയുന്ന പ്രോഡക്റ്റ് എൻ്റെ വീട്ടിൽ സത്യത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൊമേഴ്സിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ സാധനങ്ങളുടെ കൈമാറ്റം നടക്കുന്നത്. അതിൽ ആ മൂവ്മെൻറ്റ് മാത്രമാണ് ട്രേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ട്രേഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. ട്രേഡ് എന്ന് പറയുന്നത് ബയ്യറും സെല്ലറുമാണ്. പക്ഷേ കൊമേഴ്സിനകത്ത് ബയ്യറും സെല്ലറും ഒരു പാർട്ട് മാത്രമാണ്. ക്ലിയർ ആവുന്നുണ്ടോ ഈ പറയുന്നത്? അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ആക്ടിവിറ്റി ചേരുന്നതാണ്. ഇതെല്ലാം വരും. ഓക്കെ, ഇത്ര ആൾക്കാരും വരും. അവിടെ ബിസിനസ്സുകാരും കൺസ്യൂമറും മാത്രമല്ല,
ടാക്സ് അതോറിറ്റി ഉണ്ട്, റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അഡ്വർടൈസിംഗ് കമ്പനി ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് കൊമേഴ്സ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ട്രേഡ് എന്ന് പറഞ്ഞാൽ നോക്കോ, ഞാൻ പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ വിൽക്കുക എന്നാണ്. കച്ചവടം, ഇതാണ് കച്ചവടം. ദിസ് ഈസ് നോട്ട് കൊമേഴ്സ്. കച്ചവടം വേറെ, കൊമേഴ്സ് വേറെ. ട്രേഡ് എന്ന് പറയുന്നത് കൊമേഴ്സിൻ്റെ ഭാഗമാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ പോയി ബുക്ക് വാങ്ങി എന്നത് ട്രേഡാണ്. ആ ബുക്ക് അവിടെ എത്താനായിട്ട് എന്തൊക്കെ സംഭവിച്ചു, അവിടെ എത്താൻ എന്ത് സംഭവിച്ചു, അവിടെ എത്താൻ എന്ത് സംഭവിച്ചു, ആദ്യം മുളയായിട്ട് നിന്ന സ്റ്റേജ് തൊട്ട് പറഞ്ഞു വന്നാൽ അതാണ് കൊമേഴ്സ്. അപ്പം ശരിക്കും നിങ്ങൾക്ക് ആ ബുക്ക് കൈ കിട്ടിയതേ ട്രേഡിലൂടെ അല്ല, കൊമേഴ്സിലൂടെയാണ്. ഇപ്പം നിങ്ങൾ കടക്കാരനോട് ചോദിക്കുവാണ്, ചേട്ടാ ഒരു ബുക്ക് വരുമോ? അപ്പോൾ ആ കടക്കാരൻ പറയുവാണ്, നീ പോയി മുള മുറിച്ചുകൊണ്ട് വാന്ന് പറയാറുണ്ടോ? അതൊക്കെ വേറെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ഒട്ടനവധി ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട്. അതിലൂടെയാണ് ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിയത്. ആ ടോട്ടൽ ആക്ടിവിറ്റിക്കാണ് നമ്മൾ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോടോ പറഞ്ഞാൽ എന്താണെന്ന്? ദ ട്രേഡ് ഈസ് എ സബ്സെറ്റ് ഓഫ് കൊമേഴ്സ് എന്ന. കച്ചവടം എന്നത് കൊമേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. കൊമേഴ്സ് ആണ് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ്. അതിനകത്ത് ട്രേഡും വരും, മറ്റെല്ലാ ആക്ടിവിറ്റീസും വരും. കാര്യം ട്രേഡ് ഒരു നാരോ സെൻസാണ്, കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ സെൻസ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ കച്ചവടമാണെന്ന് പറയരുത്. അല്ലാതെ ഇപ്പോഴും പിള്ളേർ അങ്ങനെ പറയുന്നുണ്ടോ? കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയും അത് മറ്റേ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് അല്ലേ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ട്രേഡാണ്. ട്രേഡും ട്രേഡിനെ സഹായിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് കൊമേഴ്സ് ആകുന്നത്. ഇതിലും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് പറയാനില്ല. മുളയായിട്ട് നിൽക്കുമ്പോൾ, ഒരു കാട്ടിൽ മുളയായിട്ട് നിൽക്കുന്ന ഈ മരങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ബുക്കായിട്ട് മാറിയത് ട്രേഡിലൂടെയല്ല, കൊമേഴ്സിലൂടെയാണ്. ഇവിടെ ശരിക്കും നമ്മൾ എക്സാമ്പിൾ അനുസരിച്ച് ഒരു 4 ട്രേഡേ നടന്നോളൂ. മുള വിറ്റു അല്ലേ, മുള വിറ്റു, ഹോൾസെയിലർക്ക് വിറ്റു, റീറ്റെയിലർക്ക് വിറ്റു, നിങ്ങൾക്ക് വിറ്റു. 4 ട്രേഡാണ് നടന്നത്. ഈ 4 ട്രേഡിലൂടെ മാത്രമല്ല ഈ സാധനം കയ്യിലെത്തിയത്, ടോട്ടൽ കൊമേഴ്സിലൂടെയാണ്. ക്ലിയർ ആയി വരുന്നുണ്ടോ? അപ്പോൾ അതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, കൊമേഴ്സ് എന്താണെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൊമേഴ്സ് എന്ന് ചോദിച്ചാൽ ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും കൂടെ ചേർന്നാണ്. ട്രേഡും ട്രേഡിനെ സഹായിക്കുന്നത്. ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി, എൻ്റെ കയ്യിരിക്കുന്ന ബുക്ക് അത് ഞാൻ വാങ്ങിയത് റീറ്റെയിലർ, അവിടുന്ന് ഹോൾസെയിലർ, മാനുഫാക്ചറർ, മുള. ഇവിടെ നടന്നത് കച്ചവടമാണ്. നിങ്ങളിപ്പോൾ ഈ മനസ്സിൽ കണ്ടത് കച്ചവടമാണ്. പക്ഷേ ഇതെങ്ങനെ നടന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത്, ഇലക്ട്രിസിറ്റി ബില്ല് തൊട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തൊട്ട് ഇൻഷുറൻസ്, ബാങ്കിങ്, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അതിൻ്റെ ടോട്ടാലിറ്റിയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം ഞാൻ അടിവരയിടാൻ പറഞ്ഞത്, ഇവിടെ എല്ലായിടത്തും ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി എൻകംപസസ് ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ ബാങ്ക്, പണമിടപാട് നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ, ഈ പറഞ്ഞൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, ഈ പറഞ്ഞതെല്ലാം തന്നെയും പണമിടപാട് നടക്കുന്നുണ്ട്. ബാങ്ക്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എല്ലായിടത്തും പണം ഒരു പ്രധാനപ്പെട്ട കളി കളിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ആണെങ്കിലും എയ്ഡ്സ് ടു ട്രേഡ് ആണെങ്കിലും പണം ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പഠിപ്പിച്ചത് കൊമേഴ്സ് ആണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുവാണ്, കൊമേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ടെക്സ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്സ്, കൊമേഴ്സ് മീൻസ് എന്ന് പഠിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. കൊമേഴ്സ് മീൻസ് പറഞ്ഞല്ല പഠിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലോട്ട് ഇങ്ങനെ മറിയുന്നത് കൊമേഴ്സിൻ്റെ സഹായത്തിലാണ്. അതിനകത്ത് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതും കൂടെ ചേരുമ്പോഴാണ് കൊമേഴ്സ് ആവുന്നത്. ജസ്റ്റ് ആ എക്സ്ചേഞ്ച് മാത്രമാണെങ്കിൽ ട്രേഡാണ്. ക്ലിയർ ആയി കാണുമല്ലോ, വ്യക്തമായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇതിനപ്പുറത്ത് കൊമേഴ്സിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇതാണ് ശരിക്കും കൊമേഴ്സ്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ ബാങ്കിങ് പഠിക്കുന്നു അല്ലേ, ഇൻഷുറൻസ് പഠിക്കും, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. കാര്യം നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് ആണ്, ട്രേഡ് അല്ല. നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ് ആണ്, ട്രേഡ് അല്ല. ട്രേഡ് ഈസ് എ പാർട്ട് ഓഫ് കൊമേഴ്സ്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് ഉള്ളത്. നിങ്ങളിപ്പോൾ ബികോം ആണെങ്കിലും BBA ആണെങ്കിലും എന്താണെങ്കിലും അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു 10-34 സബ്ജക്റ്റ് കാണും അല്ലേ, ടോട്ടൽ 10-34. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാണോ ഇതെല്ലാം കൂടെ പഠിക്കുന്നത്? എടോ, അതെല്ലാം കൂടെ ചേർന്നാണ് കൊമേഴ്സ് ആവുന്നത്. കൊമേഴ്സിനകത്ത് ബാങ്കിങ് ഉണ്ട്, കൊമേഴ്സിനകത്ത് ഇൻഷുറൻസ് ഉണ്ട്, കൊമേഴ്സിനകത്ത് ടാക്സ് ഉണ്ട്, കൊമേഴ്സിനകത്ത് അഡ്വർടൈസിംഗ് ഉണ്ട്, കൊമേഴ്സിനകത്ത് ടൂറിസം ഉണ്ട്, കൊമേഴ്സിനകത്ത് ബാങ്കിങ് ഉണ്ട്, കൊമേഴ്സിനകത്ത് ലോജിസ്റ്റിക്സ് ഉണ്ട്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്തല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അല്ലേ. അപ്പോൾ ഇതെല്ലാം പഠിച്ചേ പറ്റൂ. അല്ലാതെ വെറും കച്ചവടം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് മാത്രമല്ലല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ കൊമേഴ്സ് എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് സിംപ്ലി ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി കച്ചവടം, ബൈയിങ് ആൻഡ് സെല്ലിംഗ്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ അതിനെ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ. അവസാനമായിട്ട് പറഞ്ഞു നിർത്താം,
ഏതോ ഒരു കാട്ടിൽ നിൽക്കുന്ന മുള, ഏതോ ഒരു കാട്ടിൽ നിന്ന മുള നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് ബുക്കായിട്ട് മാറിയത് ട്രേഡിലൂടെയല്ല, കൊമേഴ്സിലൂടെയാണ്. അതാണ് കൊമേഴ്സ്. മുള നിങ്ങളുടെ കയ്യിരിക്കുന്ന ബുക്കായി മാറിയെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ ടോട്ടാലിറ്റി അതെല്ലാം കൂടെ ചേർത്താണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കൊമേഴ്സ് എന്നതിൻ്റെ ഉത്തരമാണ്. ഇപ്പോഴും ഞാൻ അക്കൗണ്ടിങ് എന്ന വേർഡ് പോലും തൊട്ടിട്ടില്ല. നിങ്ങൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞുതരാം. ആദ്യം ഇത് നന്നായിട്ട് അങ്ങ് ഡൈജസ്റ്റ് ആവണം. കൊമേഴ്സ് എന്താ നല്ല പോലെ ദഹിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കൊമേഴ്സ് എന്ന് മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് മാത്രമേ അക്കൗണ്ടിങ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. എന്താണ് കൊമേഴ്സ് എന്ന് മാത്രം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞങ്ങ് നിർത്തുവാണ്. ഇതാണ് സംഭവം. ഇത് എല്ലാ കൊമേഴ്സുകാരായാലും നോൺ കൊമേഴ്സ് ആണെങ്കിലും വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഡൈജസ്റ്റ് ചെയ്ത് എടുപ്പിക്കണം. ഇതാണല്ലേ കൊമേഴ്സ്, എന്നിട്ടേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇതറിയാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഒരു സബ്ജക്റ്റ് മനസ്സിലാവാത്തത്. അല്ലാതെ സബ്ജക്റ്റ് വൈസ് അല്ല പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ.